ഈ ഒരു പ്ലേസ് കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ ഒക്കെ മാറിയിട്ടാണിത് കേട്ടോ. ഇത്ര അടുത്തുണ്ടായിട്ടും ഇത്രയും കൊല്ലം ഞങ്ങളിവിടെ താമസിച്ചിട്ടും ഒരു 10-14 വർഷമായിട്ട് ഇവിടെ താമസിച്ചിട്ടും ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ അറിയാണ്ട് പോയി. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പള്ളി പെരുന്നാളിന് വന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ പെരുന്നാളിന് വന്ന ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അവളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാനിത് കാണുന്നത്, ഈ ഒരു സ്ഥലം. അന്ന് പക്ഷേ എനിക്ക് ഇറങ്ങി വരാൻ പറ്റിയില്ല, നൈറ്റായിരുന്നു, ഇരുട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റാണ്ട് സങ്കടത്തോടെ തിരിച്ചു പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഇവിടെ വരണമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തായാലും ശരിക്കും വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയേനെ കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ, ഇനി അങ്ങോട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതിവിടെ താറാങ്കൂട്ടന്മാരെ കണ്ടോ, കുറേ ഉണ്ട്. ഞങ്ങളെ കണ്ട എല്ലാം ഈ കരയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കിനും എല്ലാം കൂടെ പേടിച്ച് വെള്ളത്തിലേക്ക് ചാടി. ഒരു കറുപ്പും വെള്ളയും മാത്രമുള്ളൊരു താറാവമ്മ കൂട്ടല്ലേ. എല്ലാം ക്വാക്കെന്ന് വെച്ചാൽ താക്കോൽ എൻ്റെ കയ്യിൽ. നമുക്കെല്ലാം കൂട്ടമായിട്ട് പോണേ. കൂടുതലും പെടകളാണെന്ന് തോന്നല്ലേ, നോക്കിയേ. അപ്പം നമുക്ക് നടന്നു ഇവിടെ പോത്തുകളൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അങ്ങ് ലോങ് ആണ്, അതുകൊണ്ട് ഫോണിൽ കിട്ടുന്നില്ല എനിക്ക്. നോക്കിയേ കുട്ടിയേ കണ്ട. ഇപ്പം ഒരു മഴ മൂടലുണ്ട്, അതാണ് ഒരു ഇരുണ്ട പോലെ ഇല്ലേ. ഓ, എൻ്റെ കണ്ണടിച്ചു പോയി. കണ്ടോ, ഇതിങ്ങനെ വിശാലമായിട്ട് നിവർന്ന് കിടക്കുക. പോത്തുകളൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട്. സാധാരണ ഇവിടെ മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോൾ ആരെയും കാണുന്നില്ല, എന്ത് പറ്റിയോ എന്തോ. സൺഡേ ഒക്കെ ആയിരിക്കും എല്ലാവരും വരാറ്. ഇന്നാരും കാണാനല്ല. പിന്നെ ആ കുറേ മരക്കൂട്ടങ്ങളൊക്കെ കാണുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ വണ്ടർല. ഇപ്പം കാണാൻ പറ്റൂല, അവിടെ നമുക്ക് കാണാം. പക്ഷെ ക്യാമറ കാണും, അത്ര ലോങ് അല്ലേ. കാണാം, പക്ഷെ കുറച്ചും കൂടെ കഴിയണം. നൈറ്റ് ആയി കഴിയുമ്പോഴത്തേനും അവിടെ ലൈറ്റ് കത്തും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടായില്ല, ഇരുട്ടായി കഴിയുമ്പോഴത്തേക്കിനും ലൈറ്റ് കത്തും. അപ്പം അറിയാം അതാണ്. പക്ഷെ നമ്മൾ ഇത്ര നാളായിട്ട് അവിടെ പോയിട്ടില്ലെന്നുള്ളതാണ്. അതങ്ങനെയാണല്ലോ, നമ്മൾ അതിന് ചോട്ടിൽ കൂടെ പോയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, അടുത്ത് കിടക്കുന്ന പലതും നമ്മൾ കാണൂല, കണ്ടാലും പോകത്തുമില്ല. അതേ, ഒരപ്പാപ്പൻ ഇറങ്ങിയിട്ടുണ്ട് നടക്കാൻ. അപ്പാപ്പൻ വൈകുന്നേരമായപ്പം കാറ്റൊക്കെ കൊള്ളാൻ വന്നാന്ന് തോന്നുന്നു കേട്ടോ. കാറ്റില്ല, കാറ്റടിക്കുമായിരിക്കും. ഇവിടെ നല്ല മഴ മൂടലുണ്ട്, മഴ പെയ്യും എന്തോ. ഒന്ന് പെയ്തിരുന്നേ കൊള്ളായിരുന്നു, അതുപോലെ ചൂട്. അവിടെ ഒരു കുഞ്ഞാവപ്പോത്ത് നിൽപ്പുണ്ട്. ഇനി ഇവിടെ അതിൻ്റെ അച്ഛനാണോ അമ്മയാണോ ആരോ നിൽപ്പുണ്ട്. ആട്. ഇവർക്ക് കുശാല എപ്പോഴും ഇങ്ങനെ ഭക്ഷണമൊക്കെ എന്തായാലും കിട്ടും. പുല്ലൊക്കെ കുറേ ഉണ്ട്. ഓ, അത് തുമ്മിയ സൗണ്ടാണ് കേട്ടെ. കയറും പൊട്ടിച്ചിങ്ങോട്ടങ്ങനെ വരും എന്തോ. അതിൻ്റെ പെർമിഷൻ ഇല്ലാതെ അതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇതേ കുഞ്ഞാവ ബേബി പോത്തിനെ കണ്ടോ. ഇത് കണ്ടോ, കാണാനായിട്ട് ഭയങ്കര രസമൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഓരോരുത്തർ ചെയ്ത് വയ്ക്കുന്നത് തോന്നിയവാസങ്ങൾ കണ്ടോണേ.
കണ്ടോ, ഇതെന്താണെന്നറിയോ? പാമ്പേഴ്സാണ്. കവറിൽ കെട്ടി ഭദ്രമായിട്ട് കൊണ്ടുവന്ന് ഇട്ടേക്കുക. പിന്നെ കുറേ കുപ്പി. എന്നാലും അത് എങ്ങനെയാ അത് വേസ്റ്റ് ആവണം? എങ്ങനെയാ? ഇതുപോലെ ഒക്കെ ചെയ്തിട്ടല്ലേ പറഞ്ഞത്. നേരെ കുപ്പിയൊക്കെ കിടക്കുന്ന നോക്കതേ. ഇതുണ്ടോ? എന്താ അവളവിടെ കുപ്പി കൊണ്ടിട്ടെ കണ്ടോ? ഇങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കും. അയ്യോ, ദേ ഇവിടെ ഒരു മൂയിക്കുട്ടൻ നിപ്പുണ്ട്, പോത്ത്. നമുക്കിതിലെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകണം. ഇത് കുത്തുമോന്ന് അറിയില്ല. ഇത് നീട്ടിയാണല്ലോ കിട്ടിയേക്കണേ. കയറിന് നീളമുണ്ട്. ഇങ്ങ് വരുമോ? അയ്യോ എൻ്റെ അമ്മേ, മുമ്പേ ഒരു ബായി ഇതിൽ പോയായിരുന്നേ. അപ്പോൾ ഈ പോത്ത് അതിൻ്റെ നേരെ ഇങ്ങോട്ട് ചെല്ലുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടിട്ട് കുഴപ്പമില്ല. എന്നെ കണ്ടിട്ട് അതിന് പാവമാണെന്ന് തോന്നി. അതുകൊണ്ട് കുഞ്ഞല്ലേ അവൻ. നീ വിട്ടോ, ഞാൻ ഓടുവോ? ഈശ്വരാ, നീ കൈ നീട്ടെ, എൻ്റെ കൈ നീട്ടെ. അറിയാം, ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. കുഴപ്പമില്ല കേട്ടോ, പാവമായിരുന്നു. അയ്യോടാ, വെറുതെ ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചു. കുക്കു കുക്കു നേരെ അങ്ങോട്ട് പിടിച്ചോളെ. ഇതാണ് ഗായ്സ് നമ്മൾ പറഞ്ഞ 3 എരുമകൾ. ഇതാണ് ആഫ്രിക്കൻ പായൽ. എൻ്റെ പുതിയ കണ്ടുപിടുത്താട്ടോ, എനിക്കറിയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഈ ഒരു പായൽ കണ്ടോ, ബബിൾസൊക്കെ ഉള്ളത്. ഇത് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് പൊട്ടിക്കും. പക്ഷെ ഇപ്പം ഇറങ്ങാൻ പേടിയാണ്. നേരത്തെ എനിക്ക് ക്ലൂ ഒന്നും തരാനില്ലായിരുന്നു. അപ്പോൾ വണ്ടർല, ആ ലൈറ്റ് കണ്ടോ, അവിടെയാണ് വണ്ടർല.